നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ പരിശീലകനായ ചാവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ സംഭവിച്ച വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ പഴിചാരിക്കൊണ്ട് ചാവി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ബാഴ്സലോണയുടെ പ്രസിഡന്റായ ലാപോർട്ടയെ ദേഷ്യം പിടിപ്പിക്കുകയും ചാവിയെ പുറത്താക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു തീരുമാനങ്ങളിൽ ഇതുവരെ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ലീഗിലെ അവസാന മത്സരത്തിന് ശേഷം ചാവിയെ ബാഴ്സലോണ പുറത്താക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, അവരിപ്പോൾ പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് ബയേണിനെയും അതുപോലെ തന്നെ ജർമ്മനിയെയും ഒക്കെ പരിശീലിപ്പിച്ച ഹാൻസി ഫ്ലിക്ക് ബാഴ്സയുടെ പുതിയ പരിശീലകനായി കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാഴ്സ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാന അടക്കമുള്ളവർ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാഴ്സയുടെ പ്രതിനിധികളും ഹാൻസി ഫ്ലിക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബാഴ്സലോണയിലേക്ക് വരാൻ വളരെയധികം താല്പര്യമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഫ്ലിക്ക്. അദ്ദേഹം ബാഴ്സക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ബാഴ്സയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്ക് ചുമതലയേൽക്കുന്നതിന്റെ ഇപ്പോൾ വക്കിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. നേരത്തെ ബയേണിന് ഒരു സീസണിൽ 6 കിരീടങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനാണ് ഫ്ലിക്ക്. പിന്നീട് അദ്ദേഹം ജർമ്മനിയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റു. പക്ഷെ ജർമ്മൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോവുകയായിരുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെ നഷ്ടമായി. പിന്നീട് അദ്ദേഹം മറ്റൊരു ടീമിനെയും ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബാഴ്സലോണയെ ഏറ്റെടുക്കാൻ അദ്ദേഹം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് ബാഴ്സലോണ താരങ്ങളായ റോബർട്ട് ലെവൻഡോസ്കി അതുപോലെ തന്നെ ഇൽക്കൈ ഗുണ്ടോഗൻ എന്നിവരെയൊക്കെ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഫ്ലിക്ക്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.